ഹലോ. നമ്മളെല്ലാവരും പണ്ട് ഈ ചോറും കറിയൊക്കെ വെച്ച് കളിക്കില്ലേ? അപ്പം അങ്ങനെ കളിക്കണതിന് ഞങ്ങൾ പറയുക അഞ്ഞിയും കുഞ്ഞിയും വെച്ച് കളിക്കുക, അങ്ങനെയാണ് പറയുക. അപ്പം ഞാനിന്ന് അതൊന്ന് റീക്രിയേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു, പണ്ട് കളിച്ചിരുന്ന പോലെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പണ്ട് ഞങ്ങൾ ഈ കളിക്കുന്ന സമയത്ത് കറിയൊക്കെ വയ്ക്കുമ്പോൾ ഈ മുട്ട, കോഴിമുട്ടയ്ക്ക് പകരം ഞങ്ങൾ എടുക്കുക പുന്നക്കുരു എന്ന് പറഞ്ഞൊരു സംഭവമാണ്. പല സ്ഥലത്തും പലതായിരിക്കും പറയുന്നുണ്ടാവുക. അപ്പോൾ ഞങ്ങളിവിടെ പുന്നക്കുരു എന്നാണ് പറയുക. അപ്പോൾ അതിപ്പോൾ കുറേ കാലമായിട്ട് ഇങ്ങനെ നമുക്കിങ്ങനെ പറമ്പിലൊക്കെ കിടന്ന് കിട്ടാറുണ്ട്. പക്ഷെ ഇപ്പോൾ കുറേ നാളായിട്ട് അത് കാണാറുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാനത് കുറേ സെർച്ച് ചെയ്ത് അത് കണ്ടുപിടിച്ചു. ഒരു സ്ഥലത്ത് ഇപ്പോഴും അത് ഈ വവ്വാൽ കൊണ്ടുവന്ന് ഇട്ടിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് നമുക്കൊരു മുട്ടക്കറി വെക്കാം. അതാണ് ഇന്ന് ചെയ്യാൻ പോണേട്ടാ. ഇതാണ് നമ്മുടെ പുന്നക്കുരു എന്ന് പറഞ്ഞ സംഭവം. ഇത് നമുക്ക് ഉടച്ച് എടുക്കാം കേട്ടോ. ഉടച്ചാണ് നമ്മുടെ പുന്നക്കുരു എന്ന് പറഞ്ഞ സംഭവം. പക്ഷേ ഇത് പാകമായിട്ടില്ല എന്ന് തോന്നുന്നു കണ്ടിട്ട്. പാകമായിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ അനക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒച്ച കേൾക്കാനായിട്ട് പറ്റും. അതിൻ്റെ ഉള്ളിലുള്ള പുന്നക്കുരു ഇങ്ങനെ കിടന്നനങ്ങുന്നത്. ഇപ്പോൾ പാകമായിട്ടില്ല എന്ന് തോന്നുന്നു കണ്ടിട്ട്. അടുപ്പ് ഓക്കെ ആയിട്ടുണ്ട്. ഇത് നമ്മുടെ പാത്രം. ഇതൊക്കെയാണ് ഞങ്ങൾ പണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന കറി. കുറച്ച് വെള്ളം ഒഴിക്കും, കുറച്ച് മണ്ണിടും, എന്നിട്ട് ഇതുപോലെ ചെളിയാക്കി എടുക്കും. എന്നിട്ട് ലാസ്റ്റ് അതിലേക്ക് നമ്മുടെ പുന്നക്കുരു ഇട്ട് കൊടുക്കും. പുന്നക്കുരു ഇട്ട് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ മുട്ടക്കറി. അപ്പോൾ ഓക്കെ, ലവ് യു സെൽഫ്, ബൈ.